ചേച്ചി ചേച്ചി ദേ നോക്കിയ ചെറിയമ്മ. അയ്യോ കഷ്ടമായല്ലോ. ഇനിയിപ്പോ എന്താ മേഘന ചെയ്യാ? എൻഗേജ്മെന്റ് നടക്കാൻ നേരത്ത് മംഗളകരമായൊരു ചടങ്ങ് നടക്കാൻ പോകുന്ന നേരത്ത് ഇങ്ങനെ കൈ പൊള്ളുന്നത് ഒരു അപശകുനാണല്ലോ എന്റെ മോളെ. നീ ഈ പുള്ളി വെറുത്ത കൈയുമായിട്ടാണോ മിഥുന്റെ കയ്യിൽ മോതിരിട്ട് കൊടുക്കാൻ പോകുന്നേ? മാല മാറ്റുമ്പോ മാല പിടിക്കാൻ പോലും പറ്റുമോ? ആ മോൾ ആദ്യം വല്ല ഓയിൽമെന്റും പുരട്ടാന്ന്. നിമിത്തങ്ങളൊന്നും ശരിയല്ല. തൽക്കാലം ഈ എൻഗേജ്മെന്റ് നിർത്തുന്നതാ നല്ലതെന്ന് തോന്നുന്നു. ശരിയാ മേഘനെ, ഇനി ഇത് വേണ്ട. നമുക്കതങ്ങ് പറഞ്ഞേക്കാം. ഇനി ഈ എൻഗേജ്മെന്റ് നടത്തിയാൽ വല്ല പ്രശ്നം ഉണ്ടാവും. എൻഗേജ്മെന്റ് മുടങ്ങാൻ പോവാ. മേഘനയുടെ കൈ പൊള്ളിപ്പോയി. മിഥുൻ ഇനി എന്റെ മാത്രം സ്വന്തം. ഇതൊക്കെ സ്വപ്നായിരുന്നു. ഇങ്ങനെ സ്വപ്നം കണ്ട് നടന്നോ? ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോ മേഘനയുടെ കരച്ചില് കേൾക്കാലോ. കണ്ടോ കണ്ടോ ചെറിയമ്മേ, ചാരുവാട്ടോ അത്. മമ്മി വന്നേ, നമുക്ക് നോക്കാം. വാ ചെറിയമ്മേ. ശാലിനി, ചെറിയമ്മേ. എന്തു പറ്റി ചാരു? ഒന്നുമില്ല ചെറിയമ്മേ. ചേച്ചിയുടെ കയ്യില് മൈലാഞ്ചി ഇട്ട് കൊടുത്തു. എന്നിട്ട് എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമായി പോയോ? ഒരു പ്രശ്നവുമില്ല ശാലിനി. മൈലാഞ്ചി കയ്യിലിട്ടതും കയ്യിലിട്ടത് എന്തായി? നിങ്ങളെല്ലാരും അത് നല്ലോണം ചുമക്കുന്നത് കാണണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞായിരുന്നു. എനിക്ക് ഉടനെ ഒന്ന് കാണണല്ലോ. ചേച്ചി ചേച്ചി കാണിച്ചു കൊടുക്ക ചേച്ചി. എത്ര ഭംഗിയായിട്ട് ചുമന്നെന്ന് ചെറിയുമെന്ന് നോക്കിക്കേ. ചുമന്നു. ചെറിയമ്മ പറഞ്ഞ പോലെ മിഥുനേട്ടനെ ചേച്ചിയോട് അത്രയ്ക്ക് സ്നേഹമുണ്ടല്ലേ? പിന്നെ ഇതെന്താ ആ മൈലാഞ്ചി ഇട്ടതും കൈ പൊള്ളി കുമള വെക്കുന്ന വിചാരിച്ചപ്പോ ചോര പോലെ ചുവന്നിരിക്കുന്നുണ്ടല്ലോ. സോറി ശാലിനി. ശാലിനി തന്ന മൈലാഞ്ചി ചേച്ചിക്ക് ഇടാൻ പറ്റിയില്ല കേട്ടോ. അതെന്താ? എന്താ ഇടാഞ്ഞേ? ശാലിനി തന്ന മൈലാഞ്ചി പൂജാമുറിയിലേക്ക് വെക്കാൻ എടുത്തോണ്ട് പോയപ്പോ എന്താന്നറിയില്ല, വിളക്കിന്റെ അടുത്ത് വെച്ചപ്പോ തന്നെ അതങ്ങ് കത്തിപ്പോയെന്നേ. എല്ലാം കരിഞ്ഞ് ചാമ്പലായി പോയി. അത് വല്ല ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുമല്ലേ ശാലിനി? എന്തായാലും ചേച്ചിക്ക് വേണ്ടി ഞാൻ കുറച്ച് മൈലാഞ്ചി വാങ്ങിച്ചു വെച്ചിരുന്നു. ഒന്നും വിചാരിക്കല്ലേ ശാലിനി. സോറി ശാലിനി. നീ എനിക്ക് സ്നേഹത്തോടെ വാങ്ങിച്ചു തന്ന മൈലാഞ്ചി ആയിരുന്നു അത്. പക്ഷെ ഇങ്ങനെ കത്തിപ്പോന്ന് ആര് കരുതി? നീയും ഒന്നും അറിഞ്ഞിരിക്കാൻ വഴിയില്ല. ചേച്ചി എന്നാ വാ, സമയാവുന്നു. പിന്നെ വൈകി പോവും. അങ്ങോട്ട് പോണ്ടേ? വാ. വലിച്ച അച്ഛമ്മേ, സഞ്ജന, ഹർഷിനി, എല്ലാരും ഒന്ന് ഇങ്ങോട്ട് വന്നേ. എടാ, എന്താടാ അവിടെ കിടന്ന് കാറിക്കുന്നേ? എന്താ കാര്യം? എല്ലാരും നിന്ന് നോക്കിയേ. അയ്യോ, മോതിരോ? എൻഗേജ്മെന്റ് റിംഗ്. ഏട്ടനും ഏട്ടത്തമ്മയ്ക്ക് ഒന്ന് എൻഗേജ്മെന്റ് നടക്കാൻ പോവല്ലേ? വല്യമ്മ സെലക്ട് ചെയ്ത റിങ്സ് ആയത്.
ഞാനിതെങ്ങ് കൊണ്ടുവന്നു. എങ്ങനെയുണ്ടെന്ന് നോക്കി പറ. വിവേക്, ഇതിനാണോ നീ ഇത്ര ബഹളം വെച്ചത്? അയ്യോ വല്യച്ഛ, ഏട്ടന്റെ എൻഗേജ്മെന്റ് അല്ലേ, അപ്പൊ കുറച്ച് ബഹളൊക്കെ വേണ്ടേ? അച്ഛമ്മ പറ എങ്ങനെയുണ്ടെന്ന്. നല്ല ഭംഗിയുണ്ടടാ. ഹർഷിനി, നിങ്ങളെന്തൊന്നും പറയാത്ത? പറയാൻ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? എന്തു പറ്റി ഹർഷിനി? ഏയ് ഒന്നുമില്ല ഏട്ടാ. നിങ്ങളുടെയൊക്കെ മുഖം കണ്ടാൽ അറിയാലോ എന്തോ പ്രശ്നമുണ്ടെന്ന്. ചെറിയമ്മേ, എന്താ ചെറിയമ്മേ പ്രശ്നം? രണ്ടാളുടെ മുഖത്തിൽ തെളിച്ചില്ലല്ലോ. ഈ കല്യാണത്തിന്റെ കാര്യം തീരുമാനിച്ചപ്പോ തൊട്ട് നിങ്ങൾ രണ്ടുപേരും എന്താ മാറി നിൽക്കുന്നേ? ഞങ്ങൾക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല ഏട്ടാ. എന്താ ഹർഷിനി ഇത്? അതേ മിഥുൻ, നിനക്ക് ചേരുന്ന പെണ്ണല്ലവൾ. ഞങ്ങൾക്ക് നിന്റെ കൂടെ അവൾ നിൽക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങളൊന്നിനുമില്ല. ഇതിൽ ഞങ്ങൾക്ക് ഒരു ഹാപ്പിനെസ്സും ഇല്ല. നിങ്ങൾ രണ്ടാളും മേഘനെ ഒരു വട്ടം മാത്രമേ കണ്ടിട്ടുള്ളൂ, സംസാരിച്ചിട്ടുമില്ല. അവളെക്കുറിച്ച് നിങ്ങൾക്കറിയാത്തോണ്ടാ ഇപ്പൊ എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ. ഒന്ന് നേരിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ സംശയങ്ങളൊക്കെ തീരും. അവളെ കണ്ടൊന്നും മിണ്ടാതെ രണ്ടുപേരും മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മനസ്സിലാവും? ഡാഡി എപ്പോഴും പറയാറില്ലേ, പൂർണ്ണമായും മനസ്സിലാവാതെ ആരെക്കുറിച്ചും നമ്മളൊരു തീരുമാനത്തിലെത്താൻ പാടില്ല. അവരോട് അപ്രിയമായ രീതിയിൽ പെരുമാറുകയും ചെയ്യരുത്. മേഘനയോട് രണ്ടുപേരും ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കേ. നിങ്ങൾക്ക് അവളെ ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാ. ഇന്ന് അവള് വരുമ്പോ അവര് സംസാരിച്ചോളും. ആദ്യം നീ ആ മോതിരം ഇങ്ങി തന്നേ, പൂജാമുറി വെക്കട്ടെ. ആ, ഇനി നിങ്ങൾ ചെന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സ് മാറിപ്പാ. എന്റെ ഭഗവാനെ, എന്താ ഇങ്ങനെ? മംഗളകർമ്മം നടത്താനിരിക്കുമ്പോ എന്തിനു വേണ്ടിയാ ഈ ദുർനിമിത്തം? മോതിരം വീണത് എന്തിന്റെ സൂചനയാ? എന്റെ വിഘ്നേശ്വര, എന്ത് വിഘ്നമാ നീ വരുത്താൻ പോന്നേ? ഈ നിശ്ചയത്തിന് ഒരു ദോഷം ഉണ്ടാവാതെ കാത്തോണേ. എന്റെ മിഥുന് നല്ലത് മാത്രം വരുത്തണേ. എങ്ങനെ മേഘനയുടെ നിശ്ചയം മുടക്കുമെന്നും അവളെ എനിക്കെങ്ങനെ സ്വന്തമാക്കാൻ പറ്റുമെന്നോർത്ത് ഒരു കാര്യമില്ലാതെ ഞാൻ ടെൻഷൻ അടിച്ചു. ഇപ്പൊ അല്ല എന്ത് എളുപ്പമായി. ഇപ്പതേ എനിക്കൊരു പണിയും വെക്കാതെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാണ്ട് അവരായിട്ട് ആ നിശ്ചയം അങ്ങ് വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. ഇനി മേഘന എന്റെയാ, അതാർക്കും തടയാനാവില്ല. ജഗ്ഗു, ശാലിനി, നീ എന്താ ഈ വിളിക്ക്? പ്രാന്ത് പിടിച്ചിട്ട്. എന്താ നിന്റെ ടെൻഷൻ? അവളുടെ എൻഗേജ്മെന്റ് ക്യാൻസൽ ആയില്ലേ എന്ന് നീയായിട്ട് തീരുമാനിച്ചിട്ട് ഇവിടെ ഇരുന്ന് പുകയൂതിക്കൊണ്ടിരുന്ന കാര്യം നടക്കോ? ഞാൻ എന്ത് തീരുമാനിച്ചെന്നാ? നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് മിഥുന്റെ വീട്ടുകാർ നിശ്ചയം മുടക്കിയെന്ന്. ഇതിൽ കൂടുതൽ എന്താ നിനക്ക് വേണ്ടേ? അയ്യോ എന്റെ ഈശ്വര, മിഥുന്റെ അച്ഛനമ്മയും വന്ന് കയറി പറഞ്ഞത് കേട്ട് തെറ്റിദ്ധരിച്ച എൻഗേജ്മെന്റ് നിന്ന് പോയെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോഴേക്കും മിഥുൻ കയറി വന്ന് എല്ലാം തകിട മറിച്ച് കളഞ്ഞില്ലേ? അയാൾ എന്ത് ചെയ്തു? എന്തൊക്കെയോ ചെയ്തു. ഈ നിശ്ചയം നടക്കാൻ പോവോ ജഗ്ഗു? ഇനി തടയാനാവില്ല. ഇന്ന് 8:30 മണിക്ക് മുഹൂർത്തം കുറിച്ചിരിക്കുന്നെ. നടക്കില്ല, നടക്കാൻ ഞാൻ അനുവദിക്കില്ല.
കാര്യം കഴിഞ്ഞില്ലെന്നോർത്ത് സമാധാനമായിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷെ മേഘനയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ശാലിനി. എന്റെ ശരിക്കുള്ള സ്വഭാവം എന്താന്ന് ആ മിഥുനോ അവന്റെ വീട്ടുകാർക്കും അറിയില്ല. നീ എന്ത് ചെയ്യാൻ പോവാടാ? ഇപ്പൊ പറയില്ല, എല്ലാം കഴിഞ്ഞിട്ട് പറയാം. കൃത്യം 8:29 ആവുമ്പോ ഈ എൻഗേജ്മെന്റ് മുടങ്ങിയിരിക്കും. നീ പറഞ്ഞത് വിശ്വസിക്കാലോ അല്ലേ? മേഘന എന്റെ പ്രോപ്പർട്ടിയാ. മണ്ണും ചാരിയും നമ്മ പെണ്ണും കൊണ്ട് പോയാ ഞാനത് കണ്ടോണ്ട് നിൽക്കുമെന്ന് നീ കരുതിയോ? അതങ്ങോട്ട് നീക്കി വെച്ചേക്ക്. നമസ്കാരം. എല്ലാം എത്തിയല്ലോ. ആ സാർ എത്തി. ഡെക്കറേഷൻ ലൈറ്റ്സ് ഒക്കെ ഒന്നുകൂടി അതൊക്കെ നോക്കി കഴിഞ്ഞതാ സാർ. കുഴപ്പമൊന്നുണ്ടാവും, നോക്കണം. ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവരുത്. ഓക്കെ സാർ. നമസ്കാരം. സുഖായിരിക്കുന്നു? സുഖമായിരിക്കുന്നു. ഹായ് വിവേക്. വെൽക്കം. ഹായ്. ഹായ്, വെൽക്കം. വരൂ. ഹായ് സിസ്. എൻഗേജ്മെന്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാം എന്റെ ഐഡിയ ആണ്. കേറി വരുന്ന പെണ്ണൊരു മണ്ണുണ്ണിയാണെങ്കിൽ വീട് ഇന്ദ്രഭവനം ആണെങ്കിലും ഒരു കാര്യമില്ലടാ. ശരിയമ്മേ, ഏട്ടത്തിയമ്മ വരുന്നുണ്ട്. എടാ വിവേകേ, അവിടെ നിക്ക്. വാട്ട് സിസി? നീ എന്തിനാ ഇന്ദ്രഭവനത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന അപ്സരസിനെ വരവേൽക്കാൻ എന്ന പോലെ ഇത്രയ്ക്ക് അങ്ങ് എക്സൈറ്റഡ് ആവുന്നത്? വരുന്നത് മറ്റാരും അല്ലല്ലോ, മിഥുനേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ, സാക്ഷാൽ മഹാലക്ഷ്മി ദേവി. എന്റെ സ്വഭാവം അറിയാലോ, ഞാൻ എക്സൈറ്റ് ആയി നോക്കിയിരിക്കും. നമസ്കാരം. 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 ഹായ് ഏട്ടത്തി. വാ, അകത്തേക്ക് വാ. നിങ്ങളോ? നമസ്കാരം. നമസ്കാരം. അയ്യോ വേണ്ട മേഘനെ, നീ ഒരിക്കലും എന്റെ കാല് തൊട്ട് നമസ്കരിക്കാൻ പാടില്ല. ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞതാ, നിന്റെ സ്ഥാനം ഈ കാൽച്ചുവട്ടിലല്ല, എന്റെ മനസ്സിലാ. വന്നാട്ടെ. വാ, നടക്കും മോളെ. ഹായ് മേഘനെ. നിന്റെ കണ്ണുകൾ ഇവിടെ ആരെയോ തിരയുന്നുണ്ടല്ലോ. മാനത്തെ വെൺമേഘങ്ങൾ എപ്പോഴും ആ ചന്ദ്രദേവനെ മാത്രമേ തിരയാറുള്ളൂ എന്നറിയില്ലേ? എന്നിട്ട് ആ ചന്ദ്രദേവനെ കണ്ടെത്തിയോ മേഘന? ഇപ്പൊ എന്റെ കൺമുന്നിൽ തന്നെയുണ്ട്. എനിക്കിത് മാത്രം കേട്ടാ മതി. ഒരു ജന്മത്തേക്കുള്ള സന്തോഷ ഈ വാക്കുകൾ എനിക്ക് തന്നത്. മേഘനെ, ജീവിതം എത്ര വിചിത്രമാണെന്ന് നോക്കിക്കേ. ആദ്യം നമ്മൾ കണ്ടുമുട്ടിയത് വലിയൊരു തെറ്റിദ്ധാരണയുടെ വാക്കിൽ വെച്ചായിരുന്നു. ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ, അതിനൊടുവിലായി എപ്പോഴോ തോന്നിയൊരിഷ്ടം.
ആ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് ജീവിതം നമ്മളെ ഇവിടം വരെ എത്തിച്ചു. ഇന്നിപ്പോ നമ്മുടെ എൻഗേജ്മെന്റും. സ്വപ്നത്തിലെ രാജകുമാരൻ കൺമുന്നിൽ വന്നു നിന്ന് ഖദർ മണ്ഡപത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുമ്പോ ഒരു നിമിഷം തന്നെ ധാരാളല്ലേ പരസ്പരം മനസ്സിലാക്കാൻ. എന്നാലും ഒരുമിച്ചിരിക്കാൻ നമുക്ക് ഒരു ദിവസം മുഴുവനും കിട്ടിയിരുന്നു. മിഥുനേട്ടാ, LED സ്ക്രീനുള്ള കാര്യം മറന്നു അല്ലേ? ഏട്ടത്തിയുടെ കയ്യിൽ നിന്ന് വിടുന്നേ എല്ലാരും ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ട്. അരുണിമേ, മിഥുനെ മേഘനെ ഒന്നിച്ച് കാണുമ്പോ നല്ല പൊരുത്തമുണ്ടല്ലേ? അത് പിന്നെ പറയാനുണ്ടോടാ? ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ജനിച്ചു തന്നേ തോന്നു ചെയ്യാം. ഇത്രയും വേഗം ഇവരുടെ എൻഗേജ്മെന്റ് വരെ എത്തിയത് എനിക്കും ഒരുപാട് സന്തോഷായി. ആ വല്യമ്മേ, തിരുമേനിതേ പോലീസിനേക്കാൾ സ്പീഡിലാണല്ലോ വരുന്നത്. സാറേ നമസ്കാരം. ഒരൽപ്പം വൈകിപ്പോയി. നമസ്കാരം. പൂജക്കുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു കാണുമല്ലോ അല്ലേ? എന്താ തിരുമേനി, അതൊക്കെ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങളല്ലേ? ഓ, അത് ശരിയാണല്ലോ. ആ, അത് ശരി. പൂക്കളും പഴങ്ങളും പട്ടുവസ്ത്രങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ടല്ലോ അല്ലേ? അതെ തിരുമേനി. എന്നാ ഞാൻ പൂജക്കുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കട്ടെ. എവിടാ കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ പറഞ്ഞ പോലെ ഒപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ആയുധം മതിയാവൂടാ മേഘനയുടെ എൻഗേജ്മെന്റ് കൊളവാക്കാൻ. അവളെ ഞാൻ മറ്റൊരാൾക്കും വിട്ടുകൊടുക്കില്ല. എന്റെ മേഘനെ അവൻ കെട്ടാൻ പോണെന്ന് അത് സ്വപ്നത്തിൽ പോലും നടക്കാൻ പോണില്ല. എന്താ മേഘന ഇത്? നോക്കി നടന്നൂടെ? കാലെങ്ങാനും വഴുതിയിരുന്നെങ്കിലോ? എന്റെ പേരെങ്ങനെ ഇവൾക്കറിയാം?